ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സോ എൻ്റെ മനസ്സിൽ തോന്നിയൊരു ഡൗട്ട് നിങ്ങളായി ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചു. സോ അതുകൊണ്ട് മാത്രം ചെയ്യുന്നൊരു വീഡിയോ ആണ്. സോ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾക്കും തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയണം. സോ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാവും നമ്മളുടെ സ്പോട്ട് എവിക്ഷൻ പ്രോമോ, അതായത് നമ്മുടെ ഗബ്രി ജിൻഡോ. സോ എനിക്ക് തോന്നുന്നു ഇതിൻ്റെ പിന്നിൽ എന്താ പറയുക, ഒരു വെടിക്ക് 3 പക്ഷി എന്ന രീതിയിൽ ഒന്ന് ബിഗ് ബോസ് ഒന്ന് ആലോചിച്ചതാവോ എന്നുള്ളൊരു തോട്ട് എൻ്റെ മനസ്സിൽ വന്നു. കാരണം ഞാൻ അങ്ങനെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു വെടിക്ക് 3 പക്ഷി എന്ന് പറയാൻ കാരണം, ഒന്നാമത്തെ റീസൺ നമ്മൾ ഗബ്രിയെയും നമ്മളെ ജിൻഡോയും ഒരു പാഠം പഠിപ്പിക്കുക. കാരണം തീർച്ചയായും അവർ ഈ സ്പോട്ട് എവിക്ഷനിലൂടെ പുറത്ത് പോകുമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. സോ അവരെ ഒന്ന് വിരട്ടുക, ഇനി ഇത്തരം പ്രവർത്തികൾ അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വഴിയായിട്ട് മേ ബി ഇതിനെ കാണാം നമുക്ക്. രണ്ടാമത്തെ കാര്യം, തീർച്ചയായും ബിഗ് ബോസ് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്നവർ ഇനിയും ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാം. സോ അവർക്കും കൂടി ഒരു ഫൈനൽ വാർണിംഗ് എന്ന രീതിയിൽ ആയിരിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം വൈൽഡ് കാർഡ് എൻട്രീസ് 6 എൻട്രീസാണ്, വൈൽഡ് കാർഡ് എൻട്രീസാണ് ഈ ഒരാഴ്ച ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്നത്. സോ ഈ നമ്മൾ വൈൽഡ് കാർഡ് എൻട്രീസ് ശരിക്കും പറഞ്ഞാൽ അവരാരും പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല ഇത്തരത്തിലൊരു സ്പോട്ട് എവിക്ഷൻ. സോ അവരുടെ ഗെയിം സ്ട്രാറ്റജിയും പ്ലാനും പോലും ഇപ്പോൾ നമ്മുടെ ഗബ്രിയും നമ്മളെ ജിൻഡോവും ഇപ്പോൾ ഒരു സീക്രട്ട് റൂമിലേക്കാണ് പോകുന്നതെങ്കിൽ തീർച്ചയായും അവരുടെ പ്ലാനുകളും അവരുടെ സ്ട്രാറ്റജികളും ഒക്കെ തന്നെ മാറി മറിയുന്ന ഒരു സിറ്റുവേഷൻ അവിടെ ഉണ്ടാവും. സോ മൊത്തത്തിൽ ബിഗ് ബോസ് എങ്ങനെ നോക്കിയാലും ബിഗ് ബോസിന് തന്നെയാണ് വലിയ ലാഭമായിട്ട് എനിക്ക് തോന്നിയത്. സോ എനിക്ക് മാത്രം തോന്നിയ ഒരു കാര്യമായിരിക്കാം, ചിലപ്പോൾ എനിക്ക് തോന്നിയതിൽ ഒരു കാര്യവും ഉണ്ടാവില്ല, ചിലപ്പോൾ ജസ്റ്റ് എനിക്ക് മാത്രം എൻ്റെ അതിബുദ്ധിയിൽ തോന്നിയ ഒരു മണ്ടത്തരമായി മാത്രം കണ്ടാൽ മതി. സോ നിങ്ങൾക്ക് ആരെങ്കിലും ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഒരു പോയിൻ്റ് ഉള്ളതായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഒരു ചെറിയ വീഡിയോ ആണ്, ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. താങ്ക്